ഹലോ ഡിയേഴ്സ്. ഇന്നത്തെ ക്ലാസ് വന്നിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് ആണ്. ഹെന്നയിൽ കുറച്ച് ബേസിക് എലമെൻറ്റ്സ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ളത് ഒരു 6 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ലൈൻസ്. അപ്പോൾ ലൈൻസ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഒന്നാമത്തെ എലമെൻറ്റ് ലൈന്. അപ്പോൾ ലൈൻ എങ്ങനെയാണ് നമ്മൾ നോർമലി വരക്കാറുള്ളത്? എങ്ങനെയാണ്? ഒരു മെഹന്തി കിട്ടിയാലും നമ്മൾ നോർമലി വരഞ്ഞെടുക്കാറുള്ളത് ഇതുപോലെ ലൈന് ടച്ച് ചെയ്തിട്ട് വരഞ്ഞു കൊടുക്കും അല്ലേ. ഇതൊരു തെറ്റായ മെത്തേഡാണ്. ഒരു ലൈൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സർഫേസിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. ഓൺ ദ സ്പോട്ടിൽ കോണൊന്ന് പൊക്കി പിടിക്കുക. കോണ് മൂവ് ചെയ്യുന്നതോടൊപ്പം ചെറിയൊരു പ്രഷർ അപ്ലൈ ചെയ്യുക. എൻഡിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഓൺ ദ സ്പോട്ടിൽ കോണൊന്ന് ഉയർത്തി പിടിച്ചതിന് ശേഷം കോൺ ഇതേപോലെ മൂവ് ചെയ്യാം. എൻഡിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുക്കുക. 2 പോയിൻറ്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡ്രൈപ്പിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ ലൈന് ക്രിയേറ്റ് ചെയ്യുക. സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലും എൻഡിലും മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ച് എന്താണ് മൂവ് ചെയ്യുന്നതോടൊപ്പം പ്രഷർ അപ്ലൈ ചെയ്യുക. പിന്നെ എൻഡിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുക്കുക. ഇത് തിൻ ലൈനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു തിക്ക് ലൈൻ എങ്ങനെയാണ് ചെയ്തെടുക്കുക? നമ്മൾ നോർമലി തിക്ക് ലൈൻ കൊടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കോണിൽ പ്രഷർ കൊടുക്കും. ഇതേപോലെയാണ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഇതൊരു തെറ്റായ രീതിയാണ്. ഓക്കെ, ഒരു തിക്ക് ലൈൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? 2 തിൻ ലൈൻ ചെയ്തെടുക്കാം. ഇതുപോലെ 2 തിന്നായിട്ടുള്ള ലൈൻ സെറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അകത്തുള്ള പോർഷൻ ഈ ഒരു ഗ്യാപ്പ് അവിടെ എന്ത് ചെയ്യുക? നമ്മൾ ലൈൻ വരയുന്ന അതേ മൊമെൻറ്റിൽ കുറച്ച് തിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് ഡബിൾ ലൈൻ ചെയ്ത് കൊടുക്കുക. ഡബിൾ ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻറ്ററിലുള്ള പോർഷനിൽ പ്രഷർ കൊടുത്ത് അവിടെ ഇതേ ലെവലിൽ ഫില്ല് ചെയ്യാം. ഇങ്ങനെയാണ് ഒരു തിക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എലമെൻ്റാണ് ഡോട്ട്സ്. ഡോട്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ ടച്ച് ചെയ്ത് സർഫേസിൽ ടച്ച് ചെയ്ത് ഇങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്യും അല്ലേ. ഇങ്ങനെ പ്രഷർ കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രഷറിൽ കോണിലുള്ള പേസ്റ്റ് ഇങ്ങനെ തള്ളി പോയാണ് ചെയ്യുന്നല്ലേ. മുകളിലോട്ട് ഇങ്ങനെ തള്ളി പോവുകയാണ്. അപ്പോൾ അതാണ് കറക്റ്റ് സർക്കിളായിട്ട് കറക്റ്റ് റൗണ്ടിൽ നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോട്ട് കിട്ടുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്? ജസ്റ്റ് ടച്ച് ചെയ്യാതെ ഒന്ന് തൊട്ടില്ല എന്നുള്ള ആ ഒരു ലെവലിൽ കോണ് വെക്കാം. പ്രഷർ കൊടുക്കാം. നമുക്ക് ഏത് സൈസിലാണോ ഡോട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു സൈസിൽ ആവുന്നത് വരെ പ്രഷർ കൊടുക്കാം. ഓക്കെ, നമുക്ക് ചെറിയൊരു ഡോട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ചെറിയൊരു പ്രഷർ കൊടുത്ത് ചെറിയൊരു ഡോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി മാക്സിമം വലിയ ഡോട്ടാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കോണിൽ മാക്സിമം പ്രഷർ കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഡോട്ടിൻ്റെ സൈസിൽ വ്യത്യാസം വരും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിത് ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഒരു വലിയ ഡോട്ട്, ഇടയിൽ ചെറിയ ഡോട്ട്, പിന്നെയും വലിയ ഡോട്ട്, പിന്നെ ഇടയിൽ ചെറിയ ഡോട്ട്, പിന്നെയും വലിയൊരു ഡോട്ട് കൊടുക്കുക, പിന്നെയും ചെറിയ ഡോട്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഈവൺ ആയിട്ടുള്ള ഡോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് ലൈനിൽ ചെയ്ത് നോക്കിയാലോ. ലൈന് വരഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇതിൽ സ്റ്റാർട്ടിങ്ങിലൊരു ഡോട്ട് കൊടുക്കുക. പിന്നെ കുറച്ചൊരു ഡിസ്റ്റൻസ് വെച്ചിട്ട് നെക്സ്റ്റ് ഡോട്ട് സെറ്റ് ചെയ്യുക. കൊടുക്കുന്ന ഡോട്ട് കറക്റ്റ് ഒരേ സൈസിലും ഒരേ ഡിസ്റ്റൻസിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ലൈനിൽ ഡോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എലമെൻ്റാണ് ഡ്രോപ്സ്. ഡ്രോപ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഡോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഡോട്ട് വെച്ചിട്ട് തന്നെയാണ് ഡ്രോപ്സ് ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ജസ്റ്റ് നമ്മളൊരു ഈവൺ ആയിട്ടുള്ള ഡോട്ട് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ഡോട്ട് കംപ്ലീറ്റ് ആയി എന്ന് തോന്നി, അതൊരു ഈവൺ ആയിട്ടുള്ള ഡോട്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് താഴേക്കാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് വലിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി മുകളിലോട്ടാണ് നമ്മൾ ഡ്രോപ്സ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ താഴെ നല്ല ഈവൺ ആയിട്ടുള്ള നല്ലൊരു ഡോട്ട് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് മുകളിലേക്കൊന്ന് വലിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ഡ്രോപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ നേരത്തെ പഠിച്ച ഡോട്ട് വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഡ്രോപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡോട്ട് ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രഷർ കുറച്ച് താഴോട്ടേക്കൊന്ന് വലിച്ചു കൊടുക്കാം. ഓക്കെ, ഇതെന്താണ്? ഒരു സൈഡ് നല്ലൊരു ഡോട്ടാണ്, മറു സൈഡ് പോയിൻറ്റഡ് ആണ്. അപ്പോൾ ഇതേ ലെവലിൽ തന്നെ ഡ്രോപ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡ്രോപ്സ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? ഒരു 3 ഡ്രോപ്സ് എങ്ങനെ സെറ്റ് ചെയ്യുക? ജസ്റ്റ്
ഒരു ഡ്രോപ്പ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡ്രോപ്പാണ് ഫസ്റ്റ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൈഡിൽ 2 വശത്തും കൊടുക്കുമ്പോൾ കുറച്ച് സൈസ് കുറച്ച് നമ്മൾ സെൻറ്ററിൽ കൊടുത്ത ഒരു ഡ്രോപ്പിനേക്കാളും സൈസ് കുറച്ചാണ് സൈഡിലുള്ള ഡോട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ലൈൻസ്, അതുപോലെ ഡോട്ട്സ്, ഡ്രോപ്സ്, ഇങ്ങനെ 3 എലമെൻറ്റാണ്. ജസ്റ്റ് ബേസിക്കായിട്ട് നമുക്കതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളത്തെ ക്ലാസ് ആകുമ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സെറ്റായിരിക്കുക. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.